നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കിണറ്റിൽ കുട്ടിയാന, കരിയിൽ കാട്ടാനക്കൂട്ടം. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യും. തുക വർദ്ധിപ്പിക്കാനും പദ്ധതിയെന്ന് മുഖ്യമന്ത്രി. 42-കാരിയുടെ ഹൃദയത്തിലെ ദ്വാരമടച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിന് ഒരു പൊൻതൂവൽ കൂടി. സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റ് ഘടിപ്പിച്ചു. IAS ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ സമർപ്പണം വ്യാഴാഴ്ച വരെ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷപ്പെടുത്തി. ബുധനാഴ്ച പുലർച്ചെയാണ് ഇല്ലിത്തോട് 1-ാം ബ്ലോക്കിലെ സജുവിന്റെ വീട്ടിലെ കിണറ്റിൽ കുട്ടിയാന വീണത്. കാട്ടാനക്കൂട്ടത്തിന്റെ ശബ്ദം കേട്ട് നാട്ടുകാർ നോക്കുമ്പോഴാണ് കുട്ടിയാന കിണറ്റിൽ വീണത് അറിയുന്നത്. തൊട്ടടുത്ത് തന്നെ അമ്മയാനയും കുറച്ച് അകലെയായി കാട്ടാനക്കൂട്ടവും തമ്പടിച്ചിരുന്നു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. എന്നാൽ കാട്ടാനക്കൂട്ടം പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ സാധിച്ചില്ല. കാട്ടാനക്കൂട്ടത്തെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ കിണറ്റിന്റെ തിണ്ട് ഇടിച്ച് മുകളിലേക്ക് കയറാൻ വഴിയൊരുക്കി കുട്ടിയാനയെ അമ്മയാന തന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കുട്ടിയാനയെയും കൊണ്ട് കാട്ടാനക്കൂട്ടം കാടുകയറി. സ്ഥിരമായി കാട്ടാന ശല്യമുള്ള പ്രദേശമാണിത്. വന്യമൃഗങ്ങൾ കാടിറങ്ങുന്നത് പതിവായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മലയാറ്റൂരിൽ റോഡ് ഉപരോധിച്ച് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം. 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് അവസാനിച്ചു. ബീഹാർ, പഞ്ചാബ്, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും, ഉത്തരാഖണ്ഡിലെ 2, പശ്ചിമ ബംഗാളിലെ 4, ഹിമാചൽ പ്രദേശിലെ 3 മണ്ഡലങ്ങളിലാണ് ഇന്ന് ജനവിധി തേടിയത്. എല്ലാ മണ്ഡലങ്ങളിലും ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും 73.73% പോളിംഗ് നടന്ന തമിഴ്നാട്ടിലെ വിക്രമണ്ഡി നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. 47% പോളിംഗ് രേഖപ്പെടുത്തിയ ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. ഉത്തരാഖണ്ഡിലും പശ്ചിമ ബംഗാളിലും ചില ബൂത്തുകളിൽ സംഘർഷങ്ങളുണ്ടായി. ഉത്തരാഖണ്ഡിൽ വോട്ട് ചെയ്യാൻ എത്തിയ മുസ്ലിങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായതായി ആരോപണമുയർന്നു. തോക്കും വടിവാളുമായാണ് ആക്രമി സംഘം പോളിംഗ് ബൂത്തിലെത്തി മുസ്ലിം വോട്ടർമാരെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ മടക്കി അയക്കുകയായിരുന്നു. ജൂലൈ 13-നാണ് വോട്ടെണ്ണൽ നടക്കുക. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. നിലവിൽ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഈ സാമ്പത്തിക വർഷം 2 ഗഡുവും അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുവും വിതരണം ചെയ്യും. ചട്ടം 300 അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും. ഓരോ സാമ്പത്തിക വർഷവും 2 ഗഡു വീതം കൊടുത്ത കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2021 മുതൽ കേന്ദ്രം വിവേചനം നേരിടുകയാണ്. കഴിഞ്ഞ സർക്കാർ പശ്ചാത്തല വികസനത്തിന് ആവിഷ്കരിച്ചത് വൻകിട പദ്ധതികളാണ്. ശമ്പള പരിഷ്കരണം നടത്തി, പെൻഷൻ കുടിശ്ശിക ഇല്ലാതെ കൊടുത്തു. സമാനതകളില്ലാത്ത വികസനത്തിന് കിഫ്ബി വഹിച്ച പങ്ക് എല്ലാവർക്കും അറിയാം. തനത് വരുമാനം നീക്കിവെച്ചാണ് കിഫ്ബി പ്രവർത്തിച്ചത്. കിഫ്ബിയെയും പെൻഷൻ കമ്പനിയെയും വായ്പാ പരിധിയിൽ കേന്ദ്രം ഉൾപ്പെടുത്തി. സാമ്പത്തിക ഉപരോധത്തിനൊപ്പം നികുതി വിഹിതത്തിലും വെട്ടിക്കുറവ് നടത്തി. 3 വർഷം കൊണ്ട് കേന്ദ്ര ഗ്രാന്റിൽ 19,000 കോടിയുടെ കുറവുണ്ടായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നും പോലും പിന്മാറുന്ന അവസ്ഥയുണ്ടായി. തനത് വരുമാനം കൂട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത്. ക്ഷേമ ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക ഉണ്ട്. സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. ചെലവുകൾ ചുരുക്കലിന് അതിശക്ത നടപടികൾ സ്വീകരിക്കും. വിവിധ വകുപ്പുകൾ ഈ മാസം 31-നകം പ്രത്യേകം ഉത്തരവിറക്കണം. കടുത്ത പണഞ്ഞെരുക്കത്തിനിടയിലും സർക്കാർ അവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊങ്കൺപാതയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മംഗലാപുരം വഴിയുള്ള ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടു. ഗോവയിലെ പെർണം തുരങ്കത്തിലെ വെള്ളച്ചൊർച്ചയെ തുടർന്നാണ് ഇത്. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ്, നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, എറണാകുളം നിസാമുദ്ദീൻ എക്സ്പ്രസ്, തിരുവനന്തപുരം സെൻട്രൽ ലോകമാന്യ തിലക് എക്സ്പ്രസ്, നിസാമുദ്ദീൻ എറണാകുളം എക്സ്പ്രസ് എന്നിവ വഴിതിരിച്ചു വിടും. ലോകമാന്യ തിലക് തിരുവനന്തപുരം സെൻട്രൽ, ലോകമാന്യ തിലക് കൊച്ചുവേളി, നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ,
ഭവനഗർ കൊച്ചുവേളി ലോകമാന്യ തിലക് കൊച്ചുവേളി, നിസാമുദ്ദീൻ തിരുവനന്തപുരം സെൻട്രൽ, ഭവനഗർ കൊച്ചുവേളി ലോകമാന്യ തിലക് എറണാകുളം, ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ്സുകളും വഴിതിരിച്ചുവിടും. ഷൊർണൂർ, ഈറോഡ്, ധർമാവരം, ഗുണ്ടക്കൽ, റായ്ചൂർ, വാദി, സോലാപൂർ, പൂനെ, ലോനാവാല, പൻവേൽ വഴിയാണ് തിരിച്ചുവിടുന്നത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും സർവീസ് ആരംഭിക്കുന്ന തീവണ്ടികൾക്കാണ് നിയന്ത്രണം. മുംബൈ CST മഡ്ഗാവ് വന്ദേ ഭാരത്, മുംബൈ CST മഡ്ഗാവ് ജനശതാബ്ദി, മുംബൈ CST മഡ്ഗാവ് മണ്ടോവി, മുംബൈ CST മംഗളൂരു മഡ്ഗാവ് മണ്ടോവി, മുംബൈ CST മംഗളൂരു എക്സ്പ്രസ്സുകൾ റദ്ദാക്കി. മഡ്ഗാവിൽ നിന്ന് മുംബൈയിലേക്കുള്ള മണ്ടോവി എക്സ്പ്രസ്, സാന്ദ്വാദി റോഡ് പാസഞ്ചർ, മുംബൈ CMT തേജസ് എക്സ്പ്രസ്, മുംബൈ CMT ജനശതാബ്ദി എക്സ്പ്രസ് എന്നീ തീവണ്ടികളും റദ്ദാക്കിയിട്ടുണ്ട്. ബുധനാഴ്ച യാത്ര ആരംഭിക്കുന്ന സാമദ്വാദ് റോഡ് ദിവ എക്സ്പ്രസും സർവീസ് നടത്തില്ല. മഡ്ഗാവ്, ചണ്ഡീഗഡ്, മംഗളൂർ സെൻട്രൽ, ലോകമാന്യ തിലക്, മംഗളൂരു മുംബൈ എക്സ്പ്രസ്സുകളും സാവന്ത്വാദി മഡ്ഗാവ് പാസഞ്ചർ എന്നിവ റദ്ദാക്കി. മുംബൈ CMT മഡ്ഗാവ് സ്റ്റേഷൻ, കൊങ്കൺ, കന്യ, ലോകമാന്യ തിലക്, മംഗളൂർ സെൻട്രൽ, മത്സ്യഗഡ എക്സ്പ്രസ്സുകൾ സാമദ്വാദ് റോഡിൽ സർവീസ് അവസാനിപ്പിക്കും. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. തളിപ്പറമ്പ് മാർക്കറ്റിൽ പരിശോധന. ജില്ലയിൽ കൊതുകുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ തളിപ്പറമ്പ് മാർക്കറ്റ് പരിസരത്ത് പരിശോധന നടത്തി. ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, തളിപ്പറമ്പ് ഫീൽഡ് സ്റ്റേഷൻ, തളിപ്പറമ്പ് നഗരസഭ, 7 ബ്ലോക്ക് PHC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിശോധന. DVC യൂണിറ്റ് തളിപ്പറമ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ CV സുരേഷ് ബാബു, ഫീൽഡ് അസിസ്റ്റന്റ് P മധു, ലതീഷ്, ബിജു, സജീവൻ, DVC യൂണിറ്റ് ഫീൽഡ് വർക്കർമാർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. പരിശോധനയിൽ കണ്ടെത്തിയ ന്യൂനതകൾ നഗരസഭയെ അറിയിക്കുകയും നടപടിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. മാലിന്യമുക്തം നവകേരളം. നഗരസഭ ദ്വിദിന ശില്പശാല മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതിനായി കോർപ്പറേഷൻ നഗരസഭ തല ജില്ലാ ദ്വിദിന ശില്പശാല ജൂലൈ 11-12 തീയതികളിൽ കാട്ടാമ്പള്ളി കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ശില്പശാല വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ അധ്യക്ഷത വഹിക്കും. തദ്ദേശ ഭരണ വകുപ്പ്, കില, ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ, KSWMP, കുടുംബശ്രീ, ക്ലീൻ കേരള കമ്പനി എന്നിവയുടെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. സമ്പൂർണത, സുസ്ഥിരത, മനോഭാവ മാറ്റം എന്നീ ലക്ഷ്യങ്ങളോടെയാണ് 2ാം ഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നഗരസഭകളിലെ വിവിധ തല ഉദ്യോഗസ്ഥർ, റിസോഴ്സ് പേഴ്സണൽമാർ എന്നിവർക്കായാണ് ജില്ലാതല ശില്പശാല സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ 3 തദ്ദേശ സ്ഥാപനങ്ങളിൽ ജൂലൈ 30 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. ഉപതെരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിന് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം വരണാധികാരികൾ വിളിച്ചു ചേർക്കണമെന്നും യോഗത്തിന്റെ മിനിറ്റ്സ് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ നൽകണമെന്നും കളക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു. ഉപതെരഞ്ഞെടുപ്പിനായി നിയോജക മണ്ഡലത്തിലെ പൊതുവായ ക്രമസമാധാന പാലനത്തിനും വിതരണം, സ്വീകരണ, വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ച കെട്ടിട പരിസരത്തും പോളിംഗ് സ്റ്റേഷനുകളിലും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും സ്ട്രോങ് റൂമിന് ആവശ്യമായ പാറാവ് നൽകുന്നതിനുമുള്ള നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച് വരണാധികാരികൾ നടപടി സ്വീകരിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. തലശ്ശേരി നഗരസഭയിലെ വാർഡ് 18 പെരിങ്കളം, കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 7, ആലക്കോട് പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 1, മണ്ണേരി എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ജൂലൈ 12 നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂലൈ 15 വോട്ടെണ്ണൽ ജൂലൈ 31 രാവിലെ 10 മണിക്ക് നടക്കും. മാതൃകാ പെരുമാറ്റച്ചട്ടം ജൂലൈ 2 മുതൽ നിലവിൽ വന്നു. യോഗത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ B. രാധാകൃഷ്ണൻ, ഭരണാധികാരികൾ, ഉപഭരണാധികാരികൾ, മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കോട്ടയം മെഡിക്കൽ കോളേജിൽ അതിനൂതന ശസ്ത്രക്രിയയിലൂടെ ഹൃദയത്തിലെ ദ്വാരമടച്ചു. പാല സ്വദേശിനിയായ 42-കാരിയുടെ ജന്മനാനുള്ള ഹൃദയത്തിലെ ദ്വാരമായ സൈനസ് വിനോസസ് ASCC കാർഡിയോളജി ഇന്റർവെൻഷണൽ പ്രൊസീജിയറിലൂടെയാണ് അടച്ചത്. ആന്റിജിയോപ്ലാസ്റ്റി പോലെ താക്കോൽ ദ്വാര സുഷിരം വഴി സ്റ്റഡ് ഘടിപ്പിച്ചാണ് ഇന്റർവെൻഷൻ നടത്തിയത്. സാധാരണ സങ്കീർണ ഹൃദയ ശസ്ത്രക്രിയ വഴി അടയ്ക്കുന്ന ദ്വാരമാണ് നൂതന ചികിത്സാ രീതിയായ സ്റ്റെന്റ് ഉപയോഗിച്ച് കാത്ത് ലാബിൽ വെച്ച് അടച്ചത്. ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ കോട്ടയം മെഡിക്കൽ കോളേജിലെ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു.
കേരളത്തിലെ നദികളിൽ മലിനീകരണം വർദ്ധിക്കുന്നു. 100 കുളിക്കടവുകൾ മനുഷ്യന് ഉപയോഗിക്കാൻ യോഗ്യമല്ലാത്ത നിലയിൽ കേരളത്തിലെ നദികളിൽ മനുഷ്യന് ഉപയോഗമല്ലാത്ത രീതിയിൽ അധികം മാലിന്യം കലർന്നതായി റിപ്പോർട്ട്. വിവിധ നദികളിലെ 48 കൈ വഴികളിലായി മാലിന്യം രൂക്ഷമായ കേന്ദ്രങ്ങൾ കണ്ടെത്തി. ഇവയിലെ 100 കുളിക്കടവുകളും ഉപയോഗശൂന്യമായതായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു. അവരുടെ നാഷണൽ വാട്ടർ ക്വാളിറ്റി മോണിറ്ററിംഗ് പ്രോഗ്രാമിന്റെ പഠന റിപ്പോർട്ടിലാണ് പരാമർശം. കൂടാതെ 2023 പ്രാഥമിക ജല ഗുണനിലവാര മാനദണ്ഡങ്ങൾ പിന്തുടരുന്ന കുളിക്കടവുകൾ വിരളമാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ദേശീയതല പരിപാടിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ നദികളുടെ 61 കൈവഴികളിൽ 131 സ്ഥലങ്ങൾ നിരീക്ഷിച്ചിരുന്നു. അവയിൽ 1986 പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങൾ പാലിക്കുന്നത് 27 ഇടങ്ങളിൽ മാത്രമാണെന്ന് കണ്ടെത്തി. കൂടാതെ നദികളിൽ മനുഷ്യ മാലിന്യങ്ങളുടെ അളവും കൂടുതലായി കണ്ടെത്തി. ഫൈനലിൽ സെമിയിൽ കാനഡയെ തകർത്തു. കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. അർജന്റീനക്കായി അൽവാരസും മെസ്സിയും ഗോളുകൾ നേടി. കൊളംബിയ യുറുഗ്വേ സെമി വിജയികളാണ് ഫൈനലിൽ അർജന്റീനയെ നേരിടുക. ഡിപോളിൻ്റെ പാസിൽ നിന്നാണ് അൽവാരസ് ആദ്യ ഗോൾ നേടിയത്. ബോക്സിൽ വെച്ച് കാനഡ പ്രതിരോധ നിര തട്ടിയകറ്റാൻ പരാജയപ്പെട്ട പന്തിൽ നിന്നാണ് മെസ്സിയുടെ ഗോൾ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വീണ്ടും കോപ്പ അമേരിക്കയിൽ ഫൈനൽ പ്രവേശിക്കുകയാണ്. 23-ാം മിനിറ്റിലാണ് അൽവാരസ് അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യ ഗോൾ നേടിയത്. 51-ാം മിനിറ്റിലായിരുന്നു മെസ്സിയുടെ ഗോൾ. ഈ കോപ്പ അമേരിക്കയിലെ മെസ്സിയുടെ ആദ്യ ഗോളാണിത്. സ്വകാര്യ വാഹനത്തിൽ ബീക്കൺ ലൈറ്റും സൈറണും ഘടിപ്പിച്ച IAS ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. അധികാര ദുർവിനിയോഗം ആരോപിച്ചാണ് മഹാരാഷ്ട്ര സർക്കാർ പ്രൊബേഷണറി IAS ഓഫീസർ പൂജ കേദറെ സ്ഥലം മാറ്റിയത്. പൂനെയിൽ നിന്നും വാഷിമിലേക്കാണ് സ്ഥലം മാറ്റിയത്. പൂനെ കളക്ടർ സുഹാസ് ദിവാസെ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചതിനെ തുടർന്നാണ് നടപടി. പ്രൊബേഷനിലുള്ള ഓഫീസർക്ക് ലഭ്യമല്ലാത്ത ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. തന്റെ സ്വകാര്യ ഓഡി കാറിൽ പൂജ ചുവപ്പ് നീല നിറങ്ങളിലുള്ള ബീക്കൺ ലൈറ്റ് മഹാരാഷ്ട്ര സർക്കാർ എന്ന നെയിമും ബോർഡും ഘടിപ്പിച്ചതായി കണ്ടെത്തിയിരുന്നു. കൂടാതെ അഡീഷണൽ കളക്ടർ അജയ് മോറയുടെ ചേംബർ അനുവാദമില്ലാതെ ഉപയോഗിച്ചതായും കണ്ടെത്തിയിരുന്നു. അജയ് മോറെ സ്ഥലത്തില്ലാത്തതിരുന്ന അവസരത്തിൽ അനുവാദമില്ലാതെ ചേംബർ ഉപയോഗിച്ച് പൂജ ഓഫീസിലെ ഫർണിച്ചറുകൾ മാറ്റുകയും തനിക്ക് നെയിം ബോർഡ് തരാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. 2023 ബാച്ചിലെ ഉദ്യോഗസ്ഥയാണ് പൂജ. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദീദു, പാത്തു, കൊട ഇങ്ങനെ ആക്കിയാൽ കൊട പൊട്ടിപ്പോകൂലേ? ഇല്ല, ഒരിക്കലും പൊട്ടില്ല. ഈ ചാലോടെ സ്ഥിതിയായിട്ട് ഉണ്ടാക്കിയ ഗുണമേന്മയുള്ള കൊടയാണ്.